ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കപ്പയും അരിയും എല്ലാം കൂടി ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. കുറച്ച് പച്ചക്കപ്പയുണ്ട്, കുറച്ച് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട്, കുറച്ച് നാളികേരമുണ്ട്, ഒരു 5-6 ചുമന്നുള്ളിയുണ്ട്, 4 ഉണക്കമുളകുണ്ട്. ഇനി കായം വേണം, പക്ഷേ കായം ഞാൻ പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ അകത്തിൽ വെച്ചിട്ടില്ല. നമുക്കിത് അരച്ച് കഴിഞ്ഞിട്ട് കായപ്പൊടി ഇടാം കേട്ടോ. ഞാനതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് അരച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. അത് ഒരുപാടായാലും ഒരു കയ്പ്പ് വരും. നമുക്ക് അടുപ്പ് കത്തിക്കാവേ. നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാവേ. ആദ്യമേ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഞാൻ തടവുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തിലെ 3-4 വറ്റൽമുളക് ഞാൻ അരച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എരിവ് ഒട്ടും കഴിക്കത്തില്ലെങ്കിൽ പിന്നെ മുളക് അരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ സ്കൂളിൽ വിടുന്ന പിള്ളേർക്കാണെങ്കിൽ ഈ കപ്പ അതിനകത്ത് ചേരുന്നതുകൊണ്ടാണ്. അതിനൊരു ചെറിയ മക്കുണ്ടല്ലോ, പക്ഷെ ഇങ്ങനെ അരയ്ക്കുമ്പോൾ കാണത്തില്ല, എന്നാലും കൊടുത്തു വിടണ്ട, ഈവനിങ് കൊടുത്താൽ മതി. ധൃതിയിൽ നമ്മൾ മറ്റേ സാധാരണ ദോശ ചുടുന്ന പോലെ ചുടാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇച്ചിരി ഇതിന് നമ്മൾ മറ്റേ അരി ഉഴുന്നും ഒക്കെ അരച്ചല്ലേ എടുക്കുന്നത്, ഒരു ഇച്ചിരി പശവശപ്പ് കാണും. ഇതിന് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഒരു ശകലം തിക്നെസ് കാണും മറ്റേ ദോശക്കായിൽ. പക്ഷേ ഈവനിങ് ഒക്കെ തിന്നാൻ നല്ല ഇതായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ കപ്പ ഒരുപാട് ചേരുന്നൊന്നുമില്ല, മക്കൊന്നും വരത്തില്ല. ദോശ എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. കപ്പയുടെ രുചി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എരിവൊന്നും അധികം ഇല്ല കേട്ടോ, ചെറിയ മുളകല്ലേ ചേർത്തിരിക്കുന്നത്. ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്ന സാധനം കപ്പ കിട്ടുമ്പോഴെല്ലാം ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.